നോക്കൂ അരുൺ, ഈ മന്ത്രിസഭയും ഈ മോഡി മന്ത്രിസഭയുടെ മൂന്നാം മന്ത്രിസഭയും ഞാൻ വിശ്വസിക്കുന്നത് ഇപ്പോൾ പുതിയ തീരുമാനങ്ങൾ എന്ന് മനസ്സിലാക്കുന്നത് കഴിഞ്ഞ മന്ത്രിസഭയുടെ തുടർച്ച തന്നെയാകുന്നു എന്നുള്ളതാണ്. അത് ഇപ്പോൾ താങ്കൾ പറഞ്ഞതുപോലെയാണെങ്കിൽ ഇപ്പോൾ എല്ലാ മന്ത്രിമാരും, പ്രധാനപ്പെട്ട മന്ത്രിമാർ, കേന്ദ്രമന്ത്രിമാർ, പ്രത്യേകിച്ച് CCCയിലെ എല്ലാവരും ആ പോർട്ട്ഫോളിയോ മെയിൻറ്റെയിൻ ചെയ്യുന്നു. അതുപോലെ തന്നെ ഇവിടുത്തെ കർഷകർക്കുള്ള പെൻഷൻ, അത് ഉള്ള ആദ്യത്തെ കർഷകർക്കുള്ള പെൻഷൻ ആദ്യമായിട്ട് നൽകാനുള്ള ഫയൽ ഒപ്പിടുന്നു. അതുപോലെ പുതിയതായിട്ട് 3 കോടി വീടുകൾ ആണ് പുതിയതായിട്ട് ക്യാബിനറ്റ് ആദ്യം സൈൻ ചെയ്ത സെക്കൻഡ് ഓർഡർ എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഇതെല്ലാം സൂചിപ്പിക്കുന്നത് കഴിഞ്ഞ സർക്കാരിന്റെ തുടർച്ച തന്നെയാണ്. അതല്ലെങ്കിൽ കഴിഞ്ഞ സർക്കാർ ചെയ്തു വെച്ച കാര്യങ്ങളുടെ ഒരു ഇമ്മീഡിയറ്റ്, അല്ലാണ്ട് അതിനെ ഒരു കർഷകരുടെ പ്രശ്നങ്ങൾ നേരിടുവാനുമായിട്ടുള്ള ഒരു ശ്രമം അങ്ങനെയൊന്നും കാണേണ്ടതില്ല. കഴിഞ്ഞ സർക്കാരിന്റെ തുടർച്ച, കഴിഞ്ഞ സർക്കാരും കർഷകർക്ക് പെൻഷൻ നൽകിയിരുന്നു. അതുപോലെ തന്നെ വീട് PMA രണ്ട് രീതിയിൽ നമുക്ക് കണ്ടുകൂടെ? കഴിഞ്ഞ തവണ തുടർച്ച തന്നെ അയോധ്യ രാമക്ഷേത്രം 370 തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ചായിരുന്നു പ്രധാനമന്ത്രി ആദ്യ ക്യാബിനറ്റ് ബ്രീഫിംഗിൽ സംസാരിച്ചതെങ്കിൽ ഇപ്പോൾ ജനവിഷയങ്ങളിൽ തൊടുന്നു എന്നുള്ളൊരു മാറ്റം അത് കാണാതിരിക്കാൻ കഴിയുമോ ശിവശങ്കർ? അല്ല അരുൺ, അത് ഞാൻ ചോദിക്കട്ടെ, ഇതിപ്പോൾ എനിക്ക് തോന്നുന്നു കർഷക പെൻഷൻ ഉടനെ ഈ ആഴ്ച തന്നെ കൊടുക്കേണ്ടതായിട്ടുണ്ടായിരിക്കാം. അതിന്റെ ടൈം ആയി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഫസ്റ്റ് അത് സൈൻ ചെയ്തത്. അതല്ലെങ്കിലും തീർച്ചയായിട്ടും മറ്റ് വിഷയങ്ങളല്ല ഇത് തന്നെയാണ് ചെയ്യേണ്ടതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതിൽ ഇത് നേരത്തെ എനിക്കുള്ള നിങ്ങളുടെ ലേഖകൻ പറഞ്ഞ പോലെ എവിടെ നിർത്തിയോ അവിടെ തുടങ്ങുന്നു ഈ സർക്കാർ എന്നുള്ളതാണ് അതിന് കറക്റ്റ് ആപ്റ്റായിട്ടുള്ള വാചകം എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഒരു നിമിഷം തുടരാം. വെരി ഗുഡ് ഈവനിങ്. എവിടെ നിർത്തിയോ അവിടെ തുടങ്ങുന്നു സർക്കാർ. നരേന്ദ്രമോദിയുടെ മൂന്നാം ഊഴം ടീമിന്റെ ഇതുവരെയുള്ള വകുപ്പുകൾ പുറത്തു വരുന്നു. സുരേഷ് ഗോപിക്ക് ഇപ്പോൾ സാംസ്കാരിക ടൂറിസം വകുപ്പാണ് ലഭിച്ചിരിക്കുന്നത്. എവിടെ നിർത്തിയോ അവിടെ തുടരുന്നു എന്നതാണോ നമ്മൾ മനസ്സിലാക്കേണ്ടത്, അതല്ല മാറ്റങ്ങളോടുകൂടി തുടരേണ്ടി വരുമെന്നതാണോ മനസ്സിലാക്കേണ്ടത്? റിജിൽ മാക്കുറ്റി. ശ്രീ അരുൺകുമാർ, യഥാർത്ഥത്തിൽ ഈ ഗവൺമെൻറ് അധികാരത്തിലേറിയത് ഇന്ന് പുതിയ മന്ത്രിമാർക്ക് വകുപ്പുകൾ പ്രഖ്യാപിച്ച് മുമ്പോട്ട് പോകുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മളൊക്കെ പ്രതീക്ഷിക്കുന്ന രൂപത്തിലേക്ക് ഈ ഗവൺമെൻറ് മുമ്പോട്ട് പോകുന്നത് സംബന്ധിച്ച് ഒരു തർക്കമില്ലാത്ത കാര്യമാണ്. അങ്ങനെ മുമ്പോട്ട് പോകാൻ സാധിക്കില്ല. കാരണം ഈ സർക്കാരും നരേന്ദ്രമോദിയുടെ പ്രധാനപ്പെട്ട അജണ്ട എന്നുള്ളത് എന്താണെന്ന് ഈ രാജ്യത്തെ ജനങ്ങൾക്ക് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കൃത്യമായി ബോധ്യമായിട്ടുണ്ട്. കർഷകരുടെയോ വിഷയങ്ങളെക്കുറിച്ചോ അല്ലെങ്കിൽ വിലക്കയറ്റത്തെക്കുറിച്ചോ അല്ലെങ്കിൽ നാട് അനുഭവിക്കുന്ന പ്രയാസങ്ങളെക്കുറിച്ചായിരുന്നില്ല കഴിഞ്ഞ തെരഞ്ഞെടുപ്പിനകത്ത് നരേന്ദ്രമോദിയും BJPയും നടത്തിയിട്ടുള്ള പ്രചാരവേല എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് അറിയാം. ആ പ്രചാരവേലക്ക് കടുത്ത രൂപത്തിലുള്ള ശക്തമായ രൂപത്തിലുള്ള പ്രതിഷേധം രാജ്യത്തെ ജനങ്ങളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായി എന്നുള്ളത് കൊണ്ടാണ് 400 സീറ്റ് എന്ന് പറഞ്ഞ് 400 മോദി ഗ്യാരണ്ടി 400 ആണല്ലോ, ആ 400-ൽ നിന്ന് ഇന്ന് അവർ 292 സീറ്റിലേക്ക് എത്തുകയും 240 സീറ്റ് BJP നേടുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടായതിൻ്റെ കാരണം എന്താണെന്ന് വളരെ കൃത്യമായിട്ട് അറിയാൻ സാധിക്കും. അതുകൊണ്ട് ഇപ്പോൾ പ്രഖ്യാപിക്കുന്നതായിരിക്കില്ല ഈ മോദിയും അതോടൊപ്പം തന്നെ ഈ ഗവൺമെൻറ് ചെയ്യാൻ പോകുന്നത്. അവർ വീണ്ടും ആ വർഗീയ അജണ്ടയിലേക്ക് തന്നെ പോകുമെന്ന സംബന്ധിച്ച് ഒരു തർക്കമില്ലാത്ത കാര്യമാണ്. അങ്ങനെ ഏതെങ്കിലും കാക്കയുടെ പുള്ളി അങ്ങനെ മാറുമെന്ന് ചോദിച്ചാൽ ഇവർക്ക് അങ്ങനെ മാറ്റാൻ സാധിക്കില്ല. കാരണം ഇവരുടെ അജണ്ട, പ്രഖ്യാപിത അജണ്ട വർഗീയതയും BJPയുടെ DNA-യിലുള്ളതാണ് എന്നാണ് റിജിൽ മാക്കുറ്റി പറയുന്നത്. ഒരു നിമിഷം തുടരണം. ഞാൻ ഒന്നുകൂടി